ഹായ് ഗൈസ്. പ്രത്യേകിച്ച് ഒട്ടും തന്നെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ്. ഒന്നുമില്ല, ഇന്നലത്തെ PSG വേഴ്സസ് ലിവർപൂൾ ഗെയിം കണ്ടു. അപ്പോൾ കണ്ടിട്ട് ഒരു പേജൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും റിവ്യൂ ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ഒരു ഫുട്ബോൾ പേജ് എന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഒന്നും തോന്നി. മെയിൻ ഇവൻറ്റ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കണ്ടാലും മതി. പക്ഷേ 2-3 തിങ്സ് എനിക്കൊന്ന് പറയണമെന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് എൻറിക്കയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. എന്താ പറയുക, ഒരു സ്റ്റെല്ലാർ സ്ക്വാഡിൽ നിന്ന് ഒരു ടീം കെമിസ്ട്രി എന്താണെന്നൊക്കെ നാസറിന് വരെ പഠിപ്പിച്ചു കൊടുത്ത ലൂയിസ് എൻറിക്കെ. വളരെ നല്ല റിക്രൂട്ട്മെൻറ്റ്സ്. അവർ ജനുവരി പോയിട്ട് ക്വാരസ്കേലിയെ സൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഡെംബലെ ആയിക്കോട്ടെ, ക്വാരസ്കേലിയ ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഡിഫെൻസീവ് ഔട്ട്പുട്ട്സ് വിടുന്നു. അൺലൈക്ക് മെനി ബിഗ് നെയിംസ് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പം അതിനേക്കാളും അപ്പോൾ ഒരു ടീം യൂണിറ്റൊക്കെ ആയിട്ട് കളിക്കുന്ന PSG ഫസ്റ്റ് ലെഗിൽ അലിസൺ ഉള്ളതുകൊണ്ട് മാത്രം കഴിച്ചില്ല ലിവർപൂള്. അതേസമയം സെക്കൻഡ് ലെഗിലും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആൻഫീൽഡിൽ അവരിങ്ങനെ ടേണപ്പ് ചെയ്യാമെന്ന്. നല്ല മെൻറ്റാലിറ്റി, നല്ല ഫിസിക്കാലിറ്റി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ വേറൊരിടത്തും കാണാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർനെ സ്ലോട്ടിൻ്റെ ഒരു കാര്യം ക്വസ്റ്റ്യനബിൾ ആണ്. അതായത് സതാംപ്ടൻ്റെ കൂടെ 20th പൊസിഷനിൽ കിടക്കുന്ന സതാംപ്ടൻ്റെ കൂടെ, അത് ആഴ്സണലിൻ്റെ എതിരെ ഓൾമോസ്റ്റ് 10+ പോയിൻറ്റ്സ് ഗ്യാപ്പ് ലീഗിലുണ്ടായിരുന്നപ്പോൾ ആർനെ സ്ലോട്ട് സാറ്റർഡേ ഫീൽഡ് ചെയ്ത 11 നിങ്ങൾക്ക് പോയി നോക്കാം. അതേസമയം PSG സാറ്റർഡേ ഫീൽഡ് ചെയ്ത റെന്നിനെതിരെ, 12th പൊസിഷനിൽ കിടക്കുന്ന റെന്നിനെതിരെ സാറ്റർഡേ ഫീൽഡ് ചെയ്ത 11 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏത് ടീമാണ് കുറച്ചുകൂടെ ഈ ഫിക്സ്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന്. എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് ഓൾ ദ മെയിൻ ടീം സതാംപ്ടൻ്റെ കൂടെ ജയിക്കാൻ വേണ്ടി 70 മിനിറ്റോളം കളിച്ചു എന്നുള്ളതാണ്. സലയൊക്കെ ഫുൾ ടൈം കളിച്ചു. ട്രെൻഡ് 70 മിനിറ്റ്സ് കളിച്ചു. ട്രെൻഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതുപോലെ തന്നെ കൊനാട്ടയൊക്കെ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊനാട്ട ടയേർഡായിരുന്നു എന്നുള്ളതാണ്. ഒബ്വിയസ്ലി 90 മിനിറ്റ്സാണ് കളിച്ചത്. ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും കൃത്യമായ റെസ്റ്റിംഗ് പീരീഡ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ഫറ്റീഗ് ഉണ്ടാവും. അവർ മനുഷ്യർ തന്നെയാണ്. അതേസമയം സതാംപ്ടൺ ആയിരുന്നു എന്നുള്ളതും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ലീഗ് ഗെയിം. അപ്പോൾ അതിന് പോലും, അതേസമയം PSG ആണെങ്കിൽ കൃത്യമായി വിറ്റീനയൊക്കെ ഇന്നലെ കിടന്ന് ഓടുന്ന കണ്ടു കഴിഞ്ഞാൽ എന്ത് എഞ്ചിനാണെന്ന് അറിയോ വിറ്റീനിയ, ജാവനോസ്, ഫാബിയൻ റൂസ്, അടിപൊളി. വിറ്റീനിയ എടുത്തു പറയണം, എഞ്ചിൻ. വിറ്റീനിയ കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല റണ്ണിൻ്റെ കൂടെ. അതായത് കുറച്ച് മിനിറ്റ്സ് കിട്ടി ജസ്റ്റ് ഒന്ന് ബോഡി വാമപ്പ് ചെയ്യാനുള്ള രീതിയിലല്ലാതെ മോസ്റ്റ് ഓഫ് ദ പ്ലെയേഴ്സിനും റെസ്റ്റ് കൊടുത്തിരിക്കുകയായിരുന്നു എൻട്രിക്ക്. അപ്പോൾ അതൊക്കെ ഒരു ക്വസ്റ്റ്യനബിൾ ഇതാണ് ആർനെ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, ഇനി ഒരു കപ്പ് ഗെയിം വരാനുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ഇഞ്ചേർഡായി പോയി. ഒബ്വിയസ്ലി ഇഞ്ചുറീസ് വരും. ഇതുവരെ അത്ര ഇഞ്ചുറീസ് ഒന്നും ഗ്യാക്പോഡ് അല്ലാതെ വലിയൊരു ഇഞ്ചുറി ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ കൊനാട്ടയ്ക്കോ വാൻഡൈക്കിനോ ഈവൻ ഗ്രാവൻബെർച്ച് എന്ന് പറയുന്ന പ്ലെയർ എന്തുമാത്രം ബോസിയാണ് മിഡ്ഫീൽഡിൽ എന്നറിയാം. പക്ഷേ ഇന്നലെയൊക്കെ ഗ്രാവൻബെർച്ചിൻ്റെ ഒന്ന് എക്സിസ്റ്റൻസ് പോലും നേരെ കൃത്യമായിട്ട് കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓവർ പ്ലേ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇത്തവണത്തെ ലിവർപൂളിൻ്റെ ഇതിൽ തന്നെ സല ഗോളടിക്കുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഗ്രാവൻബെർച്ചൊക്കെ ടേണപ്പ് ചെയ്തതൊക്കെ വലിയൊരു ഫാക്ടറാണ്. എന്തായാലും ഒരു ലീഗ് അടിക്കും. ബട്ട് അവർക്ക് കയ്യിൽ എന്താ പറയുക, ഫിസിക്കാലിറ്റി കാരണം അവർ ഇന്നലെ കുറെ കൂടെ അടിപ്പോയെന്ന് തന്നെ പറയണം. പിന്നെ ഒബ്വിയസ്ലി PSG ഡിസേർവിങ് ആണെന്ന് തന്നെ ഞാൻ പറയും. നല്ലപോലെ കളിച്ചു. ഈവൻ ഞാൻ പാച്ചോനൊക്കെ ആദ്യമായിട്ട് കാണാം. ഞാൻ ലീഗ് 1 കാണുന്ന ആളൊന്നുമല്ല. പക്ഷേ എല്ലാ ദിവസവും ഇവരിങ്ങനെ തന്നെ കളിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ everyone deserves a raise. ആ ടീമിൽ ആരും റോങ് ഫുട്ട് ഇട്ടില്ല എന്നുള്ളതാണ് അല്ല ഇത്. ഇന്നലെ ലിവർപൂളിൻ്റെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബ്ലണ്ട് അറ്റാക്ക് ആയിരുന്നു. അലിസൺ കുറച്ച് സേവ്സ് ഒക്കെ നടത്തി. ബട്ട് പെനാൽറ്റി അലിസൺ സേവ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാര്യം അലിസൺ കെപ്റ്റ് ദം ഇൻ ദ ഗെയിം. PSG were thoroughly deserving to go through. അപ്പം ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ഇൻ ദിസ് UCL അല്ലെങ്കിൽ ഇൻ ദിസ് സീസൺ തന്നെ പറയാം. ഞാൻ നല്ലപോലെ ഒരു ന്യൂട്രൽ ഫാൻ എന്നുള്ള രീതിയിൽ നല്ലപോലെ എൻജോയ് ചെയ്തു. പക്ഷേ ഒരു മാൻ യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിലും ഐ എം ഹാപ്പി വിത്ത് ദ റിസൾട്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. PSG വാസ് റിയലി ഡിസേർവിങ്. ഇനിയും കുറച്ചുകൂടെ ഒരു കണ്ടൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ, ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഉയരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ ഈ ഫിനിഷിങ് കുറച്ചുകൂടെ ക്ലിനിക്കലാക്കി കഴിഞ്ഞാൽ മേ ബി യെസ്. അടുത്ത മിക്കവാറും ആസ്റ്റൺ വില്ല ആയിരിക്കും അവരിന്ന് ക്ലബ് ബ്രൂജിൻ്റെ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് മേക്കിംഗ് എ വീഡിയോ ആഫ്റ്റർ ലോങ്.
ആൻഡ് താങ്ക്സ് ടു PSG വേഴ്സസ് ലിവർപൂൾ ഫോർ മോട്ടിവേറ്റിംഗ് മീ. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. ബൈ.